കരുനാഗപ്പള്ളി CS സുബ്രഹ്മണ്യൻ പോറ്റി ലൈബ്രറിയുടെയും ടൗൺ ക്ലബിന്റെയും നേതൃത്വത്തിൽ പെണ്ണൊരുക്കം സംഘടിപ്പിച്ചു. വളർന്നുവരുന്ന കവയിത്രികളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. കരുനാഗപ്പള്ളി CS സുബ്രഹ്മണ്യൻ പോറ്റി ലൈബ്രറിയുടെയും ടൗൺ ക്ലബിന്റെയും നേതൃത്വത്തിലാണ് പെണ്ണൊരുക്കം സംഘടിപ്പിച്ചത്. വളർന്നുവരുന്ന കവയിത്രികളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. കാതിക തൊടിയൂർ വസന്തകുമാരി പെണ്ണൊരുക്കം ഉദ്ഘാടനം ചെയ്തു. സ്ത്രീയും പുരുഷനും എന്ന് പറഞ്ഞാൽ ഭാരതീയ സങ്കല്പം അനുസരിച്ച് അർദ്ധനാരീശ്വര സങ്കല്പത്തിൽ അധിഷ്ഠിതമാണ്. പകുതി സ്ത്രീയും പകുതി പുരുഷനും എന്നുള്ള സങ്കല്പം അർദ്ധനാരീശ്വരൻ, അത് പരമശിവനും പാർവതിയുമാണെന്നൊക്കെയാണ് നമ്മുടെ ഒരു വിശ്വാസവും സങ്കല്പങ്ങളും ഒക്കെ. അപ്പം ഒരേ തുല്യമായ ബലം, തുല്യമായ അവസ്ഥ സ്ത്രീക്കും പുരുഷനും ഭാരതീയ സംസ്കാരം അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ അർദ്ധനാരീശ്വര സങ്കല്പത്തിൽ അധിഷ്ഠിതമായ കൺസെപ്റ്റിനെ വിശ്വസിക്കുന്നത്. പക്ഷേ ആ തുല്യതയിൽ നിന്ന് സ്ത്രീ സ്വയം പിന്നോട്ട് പോയിട്ട് വീണ്ടും മുന്നോട്ട് വരാൻ അവളെ പ്രാപ്തയാക്കി. അപ്പൊ ഇന്ദിരാഗാന്ധി തന്നെ നമ്മളിപ്പം ഞാൻ പറയാം, എന്റെ ഒരു വിശ്വാസം അനുസരിച്ച്, എന്റെ കാഴ്ചപ്പാട് അനുസരിച്ച് ഇന്ദിരാഗാന്ധി തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ അവര് സ്വമേധയാ അങ്ങനെ വളർന്നു വന്നതല്ല. അവരുടെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയായിരുന്നു. അവരുടെ അച്ഛനൊരു പ്രധാനമന്ത്രി ആയിരുന്നു. അമ്മ വളരെ നേരത്തെ മരിച്ചു പോവുകയും അച്ഛൻ ജയിലിൽ കിടക്കുകയും ചെയ്ത് ദുഃഖം അനുഭവിച്ച ഒരു കുട്ടിയായിരുന്നു. അങ്ങനെ വളർന്നു വന്ന ഒരു കുട്ടിയായിരുന്നു ഇന്ദിരാഗാന്ധി. അങ്ങനെ വന്ന് നിരവധി പ്രമുഖന്മാരുടെ സപ്പോർട്ട്, പിന്തുണ, അവരുടെ എല്ലാം ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ ഒക്കെ സ്വീകരിച്ചുകൊണ്ട് ആണ് അവര് ധൈര്യം ആർജിച്ച് ഈ സാമൂഹ്യ രംഗത്തേക്ക് വന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. സജിത ബി നായർ അധ്യക്ഷത വഹിച്ചു. അശ്വതി അജി, രശ്മി ദേവി, ശ്രീജ ഗോപൻ, പ്രിൻസി കൃഷ്ണൻ, സീന രവി, രാജി അജികുമാർ, പൂജ, പൂർണിമ എന്നിവർ പങ്കെടുത്തു. വളർന്നുവരുന്ന കവയിത്രികളുടെ കവിതാലാപനവും സംഘടിപ്പിച്ചു. മറഞ്ഞുപോയി കിടപ്പിടം തണൽ തരുന്നതൊക്കെയും വിഴുങ്ങി വാരിക്കൊണ്ടുപോയി പ്രചണ്ഡ താണ്ഡവം നടത്തി വിശ്വശക്തിയാർക്കവേ കരിഞ്ഞിലപ്പുറത്തുറുമ്പ് പോലെ തോണിയാത്രയും. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.